ഹായ് ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? സുമീസ് ടിപ്സ് ആൻഡ് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു എണ്ണ കത്തിരിക്ക കറിയെ പറ്റിയാണ് പറയുന്നത്. ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന കറിയാണ്, നല്ല രുചിയുമാണ്. കൊച്ചു കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുകയും ചെയ്യും. മീനൊന്നും വേണമെന്നില്ല, നമുക്ക് ചോറുണ്ണാൻ ഈ കത്തിരിക്ക കറിയുടെ കൂടെ ഒരു പപ്പടമോ ഒരു ഓംലേറ്റോ എന്തെങ്കിലും മെഴുക്ക് പുരട്ടിയോ ഒക്കെ തന്നെ ധാരാളമാണ്. പക്ഷേ ഈ കറിക്ക് ഒരല്പം പേര് പോലെ തന്നെ ഒരല്പം എണ്ണ കൂടുതൽ വേണമെന്ന് മാത്രം. അപ്പോൾ നമുക്കത് ഉണ്ടാക്കി നോക്കിയാലോ. ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് 2 കത്തിരിക്കയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു കത്തിരിക്ക 8ആയിട്ട് മുറിച്ചിട്ടുണ്ട്. ഒരുപാട് കട്ടിയായിട്ടല്ല, എന്നാൽ തീരെ കട്ടി കുറച്ചുമല്ലാത്ത രീതിയിൽ ആണ് മുറിച്ചിരിക്കുന്നത്. ഇതധികം വിളയാത്ത കത്തിരിക്കയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിനെ നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കണം. തിരിച്ചും മറിച്ചും ഇട്ട് 2 സൈഡും നന്നായിട്ട് മൊരിയിച്ചെടുക്കാം. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടും. ഇത് നമുക്കിനി വീണ്ടും കറിയിലിട്ട് ഒന്നുകൂടി വേവിക്കാനുള്ളതാണ്, അതുകൊണ്ട് ഇത്ര മതിയാകും, ഒരുപാട് മൊരിയിക്കേണ്ട. അതൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ച ശേഷം വീണ്ടും കടായിലേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുകും കൂടി ഇടാം. കടുക് മൊരിഞ്ഞ ശേഷം മാത്രം ഒരു 10-12 ഉലുവ കൂടി ഇട്ട് ഒന്ന് മൊരിയിക്കാം. അതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞതും ഒരു 10 ചെറിയ ഉള്ളി, അത് അരിയേണ്ട ആവശ്യമില്ല, അതുകൂടി ഇട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഒരല്പം ഉപ്പ് കൂടി ചേർക്കാമെങ്കിൽ അത് നന്നായി വഴന്ന് കിട്ടും, നമുക്ക് പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും. ഇത് ഗോൾഡ് നിറമാവേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് നന്നായി വഴന്ന് കിട്ടിയാൽ മതിയാവും. ഒരുവിധം വഴന്നതിന് ശേഷം ഒരു 4-5 അല്ലി വെളുത്തുള്ളി ചെറുതായി ഒന്ന് ചതച്ചത് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഒരുപാട് ചതച്ചെടുക്കുകയോ വെളുത്തുള്ളി പേസ്റ്റൊന്നും നമുക്ക് വേണ്ട, ചെറുതായി ചതഞ്ഞാൽ മാത്രം മതിയാവും. അതുകൂടി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു മണവും രുചിയും നമുക്ക് കിട്ടും. ഒരുപാട് വേണ്ട, വലിയ വെളുത്തുള്ളിയാണെങ്കിൽ ഒരു 3-4, ചെറുതാണെങ്കിൽ 6 അല്ലി വരെ ഇടാം. അതുകൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിനോടൊപ്പം തന്നെ ഒരു കതിർപ്പ് കറിവേപ്പിലയും കൂടി ചേർക്കാം. കറിവേപ്പിലയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ മണം നമുക്ക് നല്ലതുപോലെ കിട്ടും. ആ കറിയിലും അതെ, ആ കത്തിരിക്കയിലും അതെ, കറിയിലും അതെ, നന്നായിട്ട് കിട്ടും. അതുകൂടി ഇട്ട് നന്നായി ഒന്ന് വഴറ്റി എടുക്കാം. വഴന്ന ശേഷം നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരല്പം മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഈ മസാല നന്നായിട്ട് വഴറ്റിയെടുക്കാം. വഴന്ന ശേഷം ഒരു പിഞ്ച് കായപ്പൊടി ചേർക്കാം. കായപ്പൊടി ചേർത്ത് ഒന്നുകൂടി വഴറ്റിയെടുത്ത ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ തേങ്ങയും ഒരു നന്നായി പഴുത്ത തക്കാളിയും ഒരല്പം വെള്ളം ചേർത്ത് നന്നായി അരച്ചതും കൂടി ചേർത്ത് ഇളക്കി അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് വേവിക്കാം. 5 മിനിറ്റ് വേവിച്ച ശേഷം ഒരു ചെറിയ നെല്ലിക്ക അളവിൽ പുളി വെള്ളത്തിൽ നന്നായി പിഴിഞ്ഞെടുത്തത് കൂടി ചേർത്ത് ഒന്നുകൂടി തിളപ്പിക്കാം. തിളപ്പിച്ച ശേഷം ഇതിലേക്ക് കത്തിരിക്ക ഇട്ട് ഒരു 5 മിനിറ്റ് തിളപ്പിക്കാം. ഇപ്പോൾ നല്ല ഇതുപോലെ എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ടാവും. ഉപ്പ് നോക്കി, ഉപ്പ് ആവശ്യമെങ്കിൽ വീണ്ടും ഇടാം, ഇല്ലെങ്കിൽ മതി, നമുക്ക് ആവശ്യത്തിന് മതിയാവും. എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ടാവും, ഇത്ര മതിയാവും. നമുക്ക് ചോറുണ്ണാൻ വേറെ ഒരു കറി